ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ് ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുകയാണ്. മിൻറ്റ് PSC അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതാ ഏറ്റവും പുതിയ മറ്റൊരു കാര്യം കൂടി നിങ്ങളിലേക്ക് എത്തുകയാണ്. എന്താണ്? VFA പരീക്ഷ. VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ റവന്യൂ വകുപ്പിലേക്കുള്ള, നമ്മുടെ വില്ലേജ് ഓഫീസിലേക്കുള്ള നമ്മുടെ എൻട്രി അല്ലെ, ആ എൻട്രിക്കുള്ള പരീക്ഷ ഇതാ വരാൻ വേണ്ടി പോവുകയാണ്. ഒറ്റഘട്ടമായിട്ടാണ് പരീക്ഷ അല്ലെ, ഒറ്റഘട്ടമായിട്ടാണ് ഈ പറയുന്ന VFAയുടെ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ പരീക്ഷ എന്നാണെന്ന് അറിയണ്ടേ? പരീക്ഷ എന്നാണ്, സിലബസ് എന്താണ്, പഠന രീതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതൊന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കണ്ടേ? അപ്പൊ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇത് ഒറ്റഘട്ട പരീക്ഷയാണ്. പ്രത്യേകിച്ച് PSCയുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ജില്ലാതല പരീക്ഷകൾ മുഴുവൻ ഒറ്റഘട്ട പരീക്ഷയും സ്റ്റേറ്റ് ലെവൽ എക്സാം ഒരു 2 ലക്ഷത്തിന് മുകളിലൊക്കെ ആളുകൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മെയിൻസും പ്രിലിംസും ഉൾപ്പെടെയുള്ള എക്സാം ആക്കി മാറ്റുകയാണ്. അപ്പൊ ഇവിടെ VFA എന്ന് പറയുന്നത് ഒറ്റഘട്ട പരീക്ഷയാണ്. അപ്പൊ ആ ഒറ്റഘട്ട പരീക്ഷ എപ്പോഴാണ് നടക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ ടെന്റേറ്റീവ് കലണ്ടർ വന്നിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് 571/2025 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതായത് നമ്മുടെ VFA വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റവന്യൂ വകുപ്പിലേക്കാണ്. പരീക്ഷ നടക്കുന്ന തീയതി കൃത്യമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ നവംബർ മാസങ്ങളിലാണ്. സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ. ഡിഗ്രി ലെവൽ പരീക്ഷ നമുക്ക് പറഞ്ഞിരുന്നത് എങ്ങനെയാണ്? മെയ് മുതൽ ജൂലൈ വരെ എന്നല്ലേ? പക്ഷെ മെയ് മാസം തന്നെ നമുക്ക് പരീക്ഷയുണ്ട്. അതുകൊണ്ട് ഇവിടെയും നിങ്ങൾ നോക്കുക, സെപ്റ്റംബർ മാസം തന്നെ നിങ്ങൾക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം. 14 ജില്ലകളാണ്. 14 ജില്ലകളിൽ ഒരു 5 ഘട്ടോ അല്ലെ 6 ഘട്ടോ ഒക്കെ ആയിട്ടായിരിക്കാം ചിലപ്പോൾ പരീക്ഷ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സെപ്റ്റംബർ മാസം തന്നെ ഈ പരീക്ഷ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ഏത് ജില്ലയിലാണോ ആ ജില്ലക്കാർക്ക് എപ്പോഴാണ് പരീക്ഷ വരുന്നത് നോക്കണ്ടേ? അങ്ങനെ നോക്കുമ്പോൾ അത് നിങ്ങൾ പരീക്ഷ നോക്കുക, സെപ്റ്റംബർ മാസം തന്നെ പരീക്ഷ ഉണ്ടാകും. അപ്പോൾ സെപ്റ്റംബർ മാസത്തിലാണ് പരീക്ഷ എന്ന് കരുതുക. സെപ്റ്റംബർ മാസം തന്നെ ആയിരിക്കും പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ ഈ ഒരു VFAയുടെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യും. 1ാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഏത് ജില്ലയാണെന്നും നമുക്കറിയില്ല. 1ാം ഘട്ടം തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ ജില്ല ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ല അല്ലാതിരിക്കാം. അത് നിങ്ങൾ പരിശോധിച്ചു. അതുകൊണ്ട് എല്ലാ ആൾക്കാരും പരീക്ഷ പ്രിപ്പറേഷൻ തുടങ്ങുക സെപ്റ്റംബർ ആണ്. ഇത് നമുക്കിപ്പം ഏപ്രിൽ കഴിയാറായി, മെയ് മാസം വരാൻ വന്നു. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 4 മാസം മാത്രമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. വെറും 4 മാസം കൊണ്ട് VFA ഒറ്റഘട്ട പരീക്ഷയാണ്. ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വരണം. 100 വന്നാൽ പോലെ അതിലും താഴെ വരണം. ഒരു 50 റാങ്കിനുള്ളിലൊക്കെ വന്നാലേ നമുക്ക് ആദ്യം തന്നെ ജോലി സാധ്യത ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ടതുള്ളൂ. അപ്പൊ ആ രീതിയിലേക്ക് നിങ്ങൾ എത്തുക. ഇനി മറ്റൊന്ന് നോക്കുക, ഇനി എപ്പോഴാണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വരേണ്ടത് നമുക്കറിയാലോ. ഇതാ നവംബർ 22-നാണ് ഏറ്റവും ആദ്യം ഒരു റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോകുന്നത്. അതായത് 21 നവംബർ 2026 ആലപ്പുഴ ജില്ലയിലെ റാങ്ക് ലിസ്റ്റ് തീരും. നവംബർ മാസം, ഈ വർഷം തന്നെ നവംബർ മാസം ആലപ്പുഴയിലെ റാങ്ക് ലിസ്റ്റ് തീരും. അത് കഴിഞ്ഞ് ഡിസംബർ 1-ലേക്ക് എത്തുമ്പോൾ പത്തനംതിട്ടയും വയനാടും റാങ്ക് ലിസ്റ്റ് 1-ന് മുമ്പ് കാലഹരണപ്പെടും. 1-ാം തീയതി പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. തൃശ്ശൂർ ജില്ലയിലേക്ക് ഡിസംബർ 11-ന് നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. പുതിയ റാങ്ക് ലിസ്റ്റ് ഡിസംബർ 12-ന് വരണം. കോഴിക്കോട് ജില്ലയിലേക്ക് വന്നാൽ ഡിസംബർ 21-ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരും, അത് വരണം. അതുപോലെ ഡിസംബർ 22-ന് എറണാകുളം ജില്ലയ്ക്കും റാങ്ക് ലിസ്റ്റ് വരണം. ഈ വർഷം നവംബർ ഡിസംബർ മാസങ്ങൾ ഇത്രയും ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. പിന്നീട് അങ്ങോട്ട് നോക്കുക, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഈ ജില്ലകളിൽ തീരുന്നത്, അല്ലെങ്കിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുന്നത് ജനുവരി 4-നാണ്. ജനുവരി 3-ാം തീയതി റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. ഇപ്പോൾ നിലവിലുള്ളത് കൊല്ലം ജില്ലയിൽ ജനുവരി 8-ാം തീയതി 2027 നിലവിലെ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും. 9-ന് പുതിയ റാങ്ക് ലിസ്റ്റ് വരും. കണ്ണൂർ ജില്ലയിൽ ജനുവരി 10-ന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇടുക്കി ജില്ലയിൽ ജനുവരി 25-ന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. തിരുവനന്തപുരത്ത് ഫെബ്രുവരി 22-ന് പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണം. ഇങ്ങനെയാണ് നിലവിലെ റാങ്ക് ലിസ്റ്റുകൾ വരേണ്ടത്. അപ്പോൾ 2026 നവംബർ 22-ന് ആലപ്പുഴ ജില്ലയുടെ ലിസ്റ്റ് വരണം. അപ്പൊ ആ സമയത്ത് സെപ്റ്റംബർ മാസം പരീക്ഷ നടത്തിയാൽ പോലും നവംബറിൽ ഇത് വരണം അല്ലെ? സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു മാസമേ ഉള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷ നടത്തി അവിടെ ലിസ്റ്റ് ഇടാനുള്ള തയ്യാറെടുപ്പായിരിക്കും PSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം ഈ റാങ്ക് ലിസ്റ്റ് ഒക്കെ ഈ ഒരു സമയത്ത് ഇതിനു മുന്നേ തീരും. അതിനുശേഷം ഈ ഒരു സമയത്ത് പുതിയ റാങ്ക് ലിസ്റ്റുകൾ വരണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ പരീക്ഷാ തയ്യാറെടുപ്പുകൾ സെപ്റ്റംബർ മാസത്തിൽ തന്നെ തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ PSC ചിലപ്പോൾ നോക്കും. ഒക്ടോബർ, നവംബർ മാസത്തിലേക്ക് ഇതിന്റെ റാങ്ക് ലിസ്റ്റും അവിടെ
വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുക. നിലവിൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വരാറുണ്ട്. അതിവിടെ നമുക്ക് എത്രത്തോളം എന്താണ് ശരിയായിട്ട് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ആ രീതിയിലേക്ക് അത് വരണം. ഓക്കെ, ഇനി അടുത്ത് നോക്കാനുള്ളത് കട്ട് ഓഫ് മാർക്കുകളാണ് അല്ലെ. കട്ട് ഓഫ് ആലപ്പുഴ ജില്ലയിലെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് 70.67 ആണ്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോഴും 70.67 ആണ്. തൃശ്ശൂരിലേക്ക് 72.67, കോഴിക്കോട് എത്തുമ്പോൾ 74.67, എറണാകുളത്ത് 72, കോട്ടയം ജില്ലയിൽ എത്തുമ്പോൾ 71.33, കൊല്ലം ജില്ലയിൽ 74. ഇങ്ങനെയാണ് കട്ട് ഓഫ്. അതുപോലെ കണ്ണൂരേക്ക് വരുമ്പോൾ 74, ഇടുക്കിയിൽ 68, തിരുവനന്തപുരത്തും 74, പാലക്കാട് 71.67, മലപ്പുറം 72, കാസർഗോഡ് 70.67, വയനാട് 69.33. ഇവിടെ 68 ഏറ്റവും എന്താണ് കുറഞ്ഞ കട്ട് ഓഫ് എന്നും 74 ആയിരിക്കണം, 74 തന്നെയാണ്, 74.67, 74.67 ഏറ്റവും ഉയർന്ന കട്ട് ഓഫ്. അതായത് 68 മുതൽ 75 വരെയാണ് ഇവിടുത്തെ ഒരു കട്ട് ഓഫിന്റെ ഒരു ഇത്. 68 മുതൽ 75 എന്ന് കണക്കാക്കാം, 75 വരെ. ഇപ്പൊ ഈ ഒരു രീതിയിലുള്ള കട്ട് ഓഫ് ആയിരിക്കില്ല, ഇനി അങ്ങോട്ട് ഇതിലും കുറച്ചുകൂടി ഉയർന്ന കട്ട് ഓഫ് തന്നെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. വരണമെന്നൊന്നുമില്ല, കുറയാം കൂടാം, പക്ഷെ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് 75 എബവ് ആയിരിക്കും കട്ട് ഓഫ് എന്നാണ്. അപ്പോൾ ഒരു 75-നും അതുപോലെ ഒരു 84-നും ഇടയിലൊക്കെ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിച്ച് നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. 84 പോവില്ല, എന്താണ് ഉദ്ദേശിച്ച് പറഞ്ഞാൽ 80 കൂട്ടിക്കോ, 75-നും 80-നും ഇടയിൽ ഒരു കട്ട് ഓഫ് വരുമെന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങണം. ആ രീതിയിലേക്ക് ഒരു മാർക്ക് നിങ്ങൾ എത്തിക്കണം. ആ രീതിയിൽ നിങ്ങളുടെ മാർക്കിനെ നിങ്ങൾ കൃത്യമായി അവിടെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ആദ്യത്തെ റാങ്ക് നേടി നിങ്ങളുടെ വീടിനടുത്തുള്ള, നിങ്ങളുടെ ചേർന്ന് തൊട്ടടുത്തുള്ള വില്ലേജ് ഓഫീസിലേക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ നിങ്ങളൊരു വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് അവിടെ മാറും. പുതിയ രീതി അനുസരിച്ച് LDയുടെ സ്കെയിലിലേക്കും LDയിലെ ആ ഒരു നിലവാരത്തിലൊക്കെ ഇത് മാറാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിന്റെ കോടതിയിൽ ചില കേസുകളും കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഈ ലിസ്റ്റുമായിട്ടൊന്നുമല്ല, ഈ ജോലിയുടെ എന്താണ് സാധ്യതകൾ എന്തൊക്കെയാണെന്നതിനെ ചൊല്ലിയാണ് അതുള്ളത്. അപ്പൊ അതൊക്കെ കൃത്യമായി വരുമ്പോൾ എന്താണ് ജോലി എന്നും എന്താണ് എങ്ങനെയാണ് അതിന്റെ സാലറിയും കാര്യങ്ങളും LDക്ക് തുല്യമാണോ എന്നെല്ലാം കൃത്യമായിട്ട് അവിടെ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പൊ ആ രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ ലെവൽ മാറും, നമ്മുടെ ആ ഒരു ശമ്പള സ്കെയിലൊക്കെ ചിലപ്പോൾ ഒന്ന് മാറ്റം വരും. അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ എന്താണ് സേഫ് ആകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ അത്രത്തോളം എന്താണ് ഒരു VFAക്ക് പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ഇതുവഴി. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കട്ട് ഓഫ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സിലബസ് അല്ലെ. ഈ സിലബസിൽ നിന്നാണ് നിങ്ങൾ ഒരു 80+ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. 80+ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. നോക്കുക, ഇവിടെ ചരിത്രത്തിൽ 5 മാർക്കാണ്, ഹിസ്റ്ററി 5 മാർക്ക്, ഭൂമിശാസ്ത്രം നമ്മുടെ ജോഗ്രഫി 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. ഇത്രയും ഈ 5 ഏരിയയിലേക്ക് എത്തുമ്പോൾ എത്രയാണ്, ഏകദേശം 25 മാർക്ക് ഇവിടെ വരുന്നുണ്ട്. 25 മാർക്ക് ഇത് നമ്മൾക്ക് പലപ്പോഴും നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. എങ്ങനെ പഠിച്ചാലും ഇവിടെ നിന്നൊരു 10-15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ കൂടുതൽ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്ത് ഒരു 20 to 25 ഒരു സ്കോറാക്കി നിങ്ങൾ മാറ്റുക. പിന്നെ ഇതാ ഈ 3 അതായത് 12 മാർക്കിന്റെ സയൻസ്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം 12 മാർക്കാണ്. ആ 12 മാർക്കിൽ SCRT മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. SCRT മാത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു 12 മാർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കലാകായികം സാഹിത്യ സംസ്കാരം PYQ വെച്ച് പഠിക്കുക. അടിസ്ഥാന വിവരങ്ങൾ കമ്പ്യൂട്ടറും എന്താണ് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്, അതും വെച്ച് പഠിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് 8 മാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉറപ്പിക്കാൻ പറ്റും. അതായത് ഈ കലാകായികം സാഹിത്യ സംസ്കാരം നിങ്ങൾ PYQ വെച്ച് അതിന്റെ അപ്ഡേഷൻ തേടി പോയാൽ മതി. PYQ എടുക്കുക, ഏത് രീതിയിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്, ആ ചോദ്യത്തിന്റെ മറ്റ് എന്താണ് രീതികൾ എങ്ങനെ, ഈ രീതിയിൽ ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ വരാം എന്ന് നമ്മൾ ഏകദേശം ഒന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അതിന്റെ എന്താണ് മറ്റ് സാധ്യതകൾ തേടുക. അതിനനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവുക. അപ്ഡേറ്റ് ആയിട്ട് അവിടുന്ന് ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ ഏരിയ നമ്മുടെ കയ്യിൽ വരും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറും അടിസ്ഥാന വിവരങ്ങളാണ്. അത് നമ്മുടെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് തന്നെ SCRT തന്നെ പഠിച്ചാൽ മതി. SCRT മാത്രം നോക്കിയാലും എന്താണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
പിന്നെ നമ്മളെ സുപ്രധാന നിയമങ്ങളാണ് എല്ലാ പരീക്ഷയിലും ചോദിക്കുന്ന പണ്ട് മുതലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുപ്രധാന നിയമങ്ങൾ. അത് പുതിയതായി വരുന്നവർക്കായാലും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കായാലും കൂടുതൽ ഒരു ഇത് കിട്ടും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പഠിച്ച മാർക്ക് 5 കൂടെ നമുക്ക് കിട്ടും. ആ ഒരു ഏരിയയാണ് സുപ്രധാന നിയമങ്ങൾ. പിന്നെയാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ 50 മാർക്കിന്റെ ഒരു ഏരിയ. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് മൂന്നിനും 10 മാർക്കാണ്, 30 മാർക്ക്. പ്രീവിയസ് മാത്രം നോക്കിപ്പോയാലും എന്താണ് നിങ്ങൾക്ക് ഈ 30 മാർക്കിൽ ഏകദേശം 25ന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ? അത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി വർക്കൗട്ട് ചെയ്ത് എന്താണ് കയറ്റുക. ഇംഗ്ലീഷിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ഏരിയ ഉണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം, അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, അതുപോലെ റിപ്പോർട്ടഡ് ആൻഡ് ഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പ്രിപ്പോസിഷൻസ്, ഇതൊക്കെ നമുക്ക് കൃത്യമായി വരുന്നതാണ്. അതൊക്കെ ഓൾറെഡി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ സേഫ് ആക്കാം. അതുപോലെ മലയാളവും എന്താണ് അങ്ങനെ തന്നെ പ്രീവിയസ് ഇയറും അല്ലാതെയുള്ള കാര്യങ്ങൾ പഠിച്ചു പോകുമ്പോൾ അവിടെയും കിട്ടും. പിന്നെ 20 മാർക്കിന്റെ കറണ്ട് അഫയേഴ്സ് ആണ്. കൃത്യമായി കറണ്ട് അഫയേഴ്സ് ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് കൃത്യമായ ഈ ഒരു 20 മാർക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പത്രം ഡെയിലി വായിക്കുന്ന ഒരാൾക്ക്, ഇനി പത്രം വായിച്ചില്ലെങ്കിലും മറ്റുള്ള ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള കറണ്ട് അഫയേഴ്സ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നുണ്ട്. അതുപോലുള്ള കറണ്ട് അഫയേഴ്സ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നോട്ട് എടുത്താൽ പോലും നിങ്ങൾക്ക് അവിടെ 20 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 20ൽ 20 തന്നെ നമുക്ക് അവിടെ സ്കോർ ചെയ്യാം. അങ്ങനെ ഈ 50ൽ ഏകദേശം 40+ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 40+ എന്ന് പറയുമ്പോൾ ഏറ്റവും കുറവാണ് 40 ഞാൻ ഉദ്ദേശിക്കുന്നത്. 40+ സ്കോർ ചെയ്യാം. ബാക്കി 50ല് 15ഉം 10 25ഉം എങ്ങനെ വന്നാലും എന്താണ് 30 മാർക്ക് പ്ലസ് ഇവിടെയും സ്കോർ ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് 70+ മാർക്ക് ഇവിടെ നിന്ന് മാത്രം കിട്ടും. പിന്നെ നിങ്ങളുടെ എഫേർട്ടാണ്. നിങ്ങൾ എത്രത്തോളം ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് ഇടുന്നുണ്ടോ അത് നിങ്ങളെ എന്താണ് നിങ്ങളുടെ റാങ്കിലേക്ക് എത്രയാണ് നിങ്ങൾ ഉയർത്തുക എന്ന് നിങ്ങൾ കണ്ടറിയുക. ഏറ്റവും കുറഞ്ഞ ഒരാൾക്ക് ഇതാ ഈ രീതിയിൽ പഠിച്ചു പോയാൽ, അതായത് ഈ ഒരു ജോലി വേണമെന്ന് ആഗ്രഹിച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന 70+ കിട്ടും. അതിൽ ബാക്കി എത്രത്തോളം നിങ്ങൾ ഉയർത്തുന്നു അത്രയും നിങ്ങളുടെ എഫേർട്ടാണ്. ആ എഫേർട്ടാണ് നിങ്ങളെ റാങ്കിലേക്കും നിങ്ങളുടെ ജോലിയിലേക്കും നയിക്കുന്നത്. ആ എഫേർട്ടാണ് നമുക്ക് ഇവിടെ വേണ്ടതും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി മുന്നോട്ട് പോവുക. ഇവിടെ കൃത്യമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്തൊക്കെയാണ് നിങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതെന്ന് പറയാം. ഒന്ന്, SCRT. ഏറ്റവും പ്രധാനം എന്താണ്? SCRT തന്നെയാണ് ഏറ്റവും പ്രധാനം അല്ലേ? നിങ്ങളൊരു 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCRT കൃത്യമായി വായിച്ചു തുടങ്ങുക. അതിപ്പം GK ആയാൽ, സോഷ്യൽ സയൻസിന്റെ ഭാഗമായാലും അതുപോലെ സയൻസിന്റെ ഏരിയ ആയാലും കൃത്യമായി പഠിക്കുക. കൂടെ ഐടിയും, അതായത് സോഷ്യൽ സയൻസ് IT ഇത്രയും പഠിച്ചാൽ ഈ ഏരിയ നിങ്ങൾക്ക് വളരെ ഭദ്രമാവും. ഇവിടെ നിങ്ങൾക്ക് ഏകദേശം കിട്ടിക്കൊണ്ടിരുന്ന മാർക്കിനെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് ഇരട്ടിയാക്കാം. ഈ 12ൽ 12 നിങ്ങൾക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ PYQ. അടുത്തത് നിങ്ങൾ നോക്കേണ്ടത്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് PYQ ആണ്. PYQവിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇതുവരെ നടന്ന മുഴുവൻ PYQ നിങ്ങൾ പഠിക്കുക. 2021 ശേഷം നടന്നത് ആ PYQ അതിന്റെ അനുബന്ധ വസ്തുതകളും തെരഞ്ഞു പോവുക. അതായത് നമ്മളെ ചോദ്യക്കൂട്ടം എന്ന് പറയുന്ന നമ്മളൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചോദ്യക്കൂട്ടം, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ഇഴകീറി പരിശോധിക്കുന്ന ഒരു സെക്ഷൻ. ആ സെക്ഷനിൽ നമ്മൾ എങ്ങനെയാണോ ഓരോ ചോദ്യത്തെയും പരിശോധിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ PYQ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം SCRT ഉൾപ്പെടെയാണ് അതിലേക്ക് വരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ പറയുന്ന ആദ്യ റാങ്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ PYQവിനെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, PYQയും SCRT ഇത് രണ്ടും വെച്ച് നിങ്ങൾ അങ്ങ് തുടങ്ങിക്കോ. നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾ സെറ്റ് ആണ് എന്ന് പറയും. ഓക്കെ, ഇത് മൂന്നും വെച്ച് നിങ്ങളങ്ങ് തുടങ്ങി, അല്ലെങ്കിൽ SCRTയും PYQയും വെച്ച് നിങ്ങളങ്ങ് തുടങ്ങിക്കോ. അത് കൃത്യമായി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ നിങ്ങൾ ആദ്യ റാങ്കിൽ ഉണ്ടാകുമെന്ന് നമ്മൾ ഉറപ്പ് തരും. അതായത് ഞാൻ ഉറപ്പ് തരും, നിങ്ങൾ ആദ്യത്തെ റാങ്കിൽ ഉണ്ടാകും. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇതാണ് നിങ്ങളുടെ പഠന രീതി. നിങ്ങൾ പഠിക്കേണ്ടത് ഈ SCRTയും PYQയും വെച്ചാണ്. ഇത്രയും നാളും പഠിച്ചിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി ഒന്ന് പഠിച്ചു നോക്കുക. SCRTയും PYQയും വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക. നിങ്ങളുടെ മാർക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടെ ഈ ആനുകാലികം, ഡെയിലി ആനുകാലികം കൊണ്ടുപോവുക. ഡെയിലി ആനുകാലികം പഠിച്ചു പോവുക. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്തുകൊണ്ടേ PYQയിൽ ഉണ്ടാകും, എങ്കിലും വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. മാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കയറി വരുന്നത് കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ ഇതാ നമ്മൾ അതിനു വേണ്ടി, അതായത് മിന്റ് PSC അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിതാ ഒരു ക്രാഷ് ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച്
അതായത് SCRTയും PYQയും മാത്രം ഉൾപ്പെടുത്തി നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്പെഷ്യൽ ഫോർമുല ഇവിടെ തയ്യാറാവുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി അതല്ല, നമുക്ക് LDCക്കും LGSനും വേണ്ട, അത് വരാൻ വേണ്ടി പോകുന്ന 2027 പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്ന ഈ വർഷം അവസാനത്തോടുകൂടി നവംബർ 30 വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന LDC LGS ലോങ് ടേം ബാച്ച് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ 20-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് കിടിലം മെന്റർഷിപ്പോട് കൂടി, അക്കാഡമിക് ആയാലും സൈക്കോളജിക്കൽ ആയാലുമുള്ള മെന്റർഷിപ്പോട് കൂടി, അതുപോലെ ഫുൾ സിലബസ് കവറേജും പ്ലസ് റിവിഷൻ ക്ലാസ് ഉൾപ്പെടെ പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട്, ആ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നോട്ട്, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ എക്സാമുകൾ, മോക്ക് ടെസ്റ്റുകൾ, ഫുൾ മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി എക്സാമുകൾ, ടോപ്പിക് വൈസ് എക്സാമുകൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോഴ്സ് ഇതാ 20-ാം തീയതി മുതൽ നിങ്ങളെ ആദ്യത്തെ റാങ്കിൽ എത്തിക്കാൻ മിന്റ് ടീം ഇവിടെ സജ്ജമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു ഒറ്റ പാക്കേജിലാണ്, അതായത് കേരള PSC മെഗാ പാക്ക് എന്ന രീതിയിൽ ഇതാ നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും കൂടി നിങ്ങൾക്ക് ഒരൊറ്റ പാക്കേജ്, ആ പാക്കേജും നമ്മളിവിടെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ പരീക്ഷയ്ക്കെല്ലാം വേണ്ട മെറ്റീരിയൽ ഇതാ കേരള PSC മെഗാ പാക്ക് എന്ന ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ നിങ്ങൾക്ക് സിലബസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, PYQ ഉണ്ട്, ടെസ്റ്റ് സീരീസ് എല്ലാം ഉൾപ്പെടെ, അതായത് നമ്മുടെ ഫുൾ ടീം അതിനു വേണ്ടി സജ്ജമാണ്. നിങ്ങളത് റെഡിയാകുക. അപ്പൊ ഈ കോഴ്സുകൾക്കൊക്കെ വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ കാണുന്ന 7907365854 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പ്ലേ സ്റ്റോറിന്നോ ആപ്പ് സ്റ്റോറിന്നോ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സിലേക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ. ഇനി അതല്ല, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അവിടെ 1000 ക്വസ്റ്റ്യൻസ് ഫ്രീ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്. 1000 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലേക്ക് എടുക്കാനുള്ളത് വന്നോളാം. ആ രീതിയിൽ ഏറ്റവും മികച്ച രീതിയിലൂടെ ടീം സജ്ജമായിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങളെ അഡ്മിഷൻ എടുക്കുക. ഈ കാണുന്ന നമ്പർ, ഈ സൈഡിൽ കാണുന്നില്ലേ 7907365854 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ വിളിച്ചോളൂ. മറക്കണ്ട, ഇപ്പൊ തന്നെ ഫോൺ എടുത്തൊന്ന് വിളിച്ചേക്ക്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അതിലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോ VFA പരീക്ഷ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ എത്താൻ വേണ്ടി പോവാണ്. ഒറ്റഘട്ടമാണ്. ആദ്യത്തെ റാങ്കിൽ ഉണ്ടാവണം അല്ലേ? അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ആരംഭിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ആരംഭിക്കുക. നിങ്ങൾക്ക് അതിന് ഒറ്റയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇതാ മിന്റ് PSC ഇവിടെ റെഡിയാണ്. ഒരൊറ്റ കോള് മതി, അല്ലെങ്കിൽ ഇതാ ഈ കാണുന്ന ആപ്പ് പർച്ചേസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം കൂടി, നമ്മുടെ മിന്റ് PSCയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണോ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ അങ്ങ് രേഖപ്പെടുത്തുക. ഓക്കെ. കാരണം നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ നൽകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് നമുക്കിവിടെ കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ്സുകളുണ്ട്. 20 മാർക്ക് നമുക്കിവിടെ ഉറപ്പിക്കാം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളൊക്കെ നടക്കുന്നു. ഡിഗ്രി പ്രിലിംസിന്റെ മിനി മാരത്തോൺ ഇതാ തിങ്കളാഴ്ച മുതൽ നിങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ കൃത്യമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ആ നോട്ടിഫിക്കേഷനിൽ ഓൾ കൊടുക്കുക. കൃത്യമായി നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് അത് നോട്ടിഫിക്കേഷനായി എത്തിക്കൊള്ളൂ. ഓക്കെ. അപ്പോൾ ഏറ്റവും നല്ല ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ആയി നമുക്ക് വീണ്ടും കാണാം. പറഞ്ഞത് മറക്കണ്ട, ക്ലാസ്സിലേക്ക് ആ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സിലേക്ക് വരിക. ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു.